ലോകകപ്പ് ഫൈനലിലെ അർജന്റീൻ താരങ്ങളുടെ പെരുമാറ്റത്തിനെതിരെ പരക്കെ വിമർശനം. ഫൈനൽ വിസിലിന് ശേഷവും സ്പാനിഷ് ടീം അംഗങ്ങളുമായി അർജന്റീന താരങ്ങൾ കൊമ്പുകോർത്തു. സ്പെയിൻ കിരീടമുയർത്തുമ്പോൾ അർജന്റീനയുടെ കളിക്കാർ പുറംതിരിഞ്ഞ് നിന്നാണ് രോഷം പ്രകടിപ്പിച്ചത്. കളിയിൽ മാത്രമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റിലും വട്ടപൂജ്യമായിരുന്നു ഫൈനലിലെ അർജന്റീന. മത്സരത്തിലുടനീളം പന്ത് കിട്ടാത്തതിൽ താരങ്ങൾ രോഷാകുലരായിരുന്നു. കളി കഴിഞ്ഞതും സ്പാനിഷ് സംഘവുമായി അർജന്റീനിയൻ താരങ്ങൾ കൊമ്പുകോർത്തു. സ്പെയിൻ നായകൻ റോഡ്രിയുമായി മൊളീന വാക്കേറ്റമുണ്ടാക്കി, നെഞ്ചിൽ പിടിച്ചു തള്ളി. പിന്നാലെ ഒട്ടാമെന്റി എത്തി റോഡ്രിയോട് കയർത്തു. നിന്റെ കരച്ചിൽ ഇനിയും കഴിഞ്ഞില്ല എന്നായിരുന്നു ഒട്ടാമെന്റിയുടെ പരിഹാസ ചോദ്യം. പിന്നീട് കൂട്ടത്തിലെ ഇടിക്കാരനെത്തി, ലിയനാർഡോ പരേഡസ്. ഗാവിയെയും പെഡ്രിയെയും തള്ളി വീഴ്ത്തി. അരിശം പൂണ്ട് ചവിട്ടാനോങ്ങി. റെഡ് കാർഡ് നൽകിയിട്ടും റഫറിയുടെ കയ്യിൽ ഒതുങ്ങാതിരുന്നതോടെ പരിശീലകൻ ലയണൽ സ്കലോണി എത്തിയാണ് പരേഡസിനെ പിടിച്ചുമാറ്റിയത്. എന്നിട്ടും സിൽവർ മെഡൽ വാങ്ങാനെത്തിയ മെസ്സിക്കും കൂട്ടർക്കും സ്പെയിൻ താരങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകി. മെഡൽ വാങ്ങി തിരിച്ചു നടന്ന താരങ്ങൾ സ്പെയിന് ആ ബഹുമാനം തിരികെ നൽകിയില്ല. സ്പാനിഷ് താരങ്ങൾ കിരീടമുയർത്തുമ്പോൾ അർജന്റീനയുടെ കളിക്കാർ ഗ്രൗണ്ടിന് പല ഭാഗത്തേക്കും പോയി. വലിയ വിമർശനമാണ് ഈ മോശം പെരുമാറ്റത്തിനെതിരെ ഉയരുന്നത്. ടൂർണമെന്റിലുടനീളം അർജന്റീന പുറത്തെടുത്ത പരുക്കൻ അടവുകളും അച്ചടക്കമില്ലായ്മയും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അതുവരെ ഭാഗ്യം തുണച്ചെങ്കിലും ഫൈനലിൽ എൻസോ ഫെർണാണ്ടസിന് കിട്ടിയ റെഡ് കാർഡിന്റെ രൂപത്തിൽ പലിശയും തീർത്ത് മുട്ടൻ പണിയായിരുന്നു അർജന്റീനയെ കാത്തിരുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.